ഹായ് ഗായ്സ്, വെൽക്കം ടു എജു ഗ്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നീ 2026 MCC കൗൺസിലിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാമോ നീറ്റ് 2026 എഴുതിയ സ്റ്റുഡൻസിൻ്റെ പാരൻസിനോട് പറയാനുള്ള കാര്യമാണ്. നീറ്റ് 2026 പാരൻസ് നിർബന്ധമായിട്ട് കാണണം. കൗൺസിലിംഗ് സമയത്ത് ഈ 10 കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. 10 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ നീറ്റ് 2026 എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കുട്ടികൾ മാത്രമല്ല, നമ്മൾ പാരൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫേസിലൂടെയാണ് പോകുന്നത്. കൗൺസിലിംഗ് സമയത്ത് പാരൻസ് അറിയാതെ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്സ് പോലും കുട്ടിയുടെ സ്ട്രെസ് മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് ഒരു നീറ്റ് പാരൻ്റ് എന്ന നിലയിൽ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു 10 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു കോളേജും നല്ലൊരു കരിയറും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ഈ 2026 റിസൾട്ടൊക്കെ വന്ന് ഇപ്പോൾ എന്താ പറയുക, ഏകദേശം കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയമാണിപ്പോൾ. അപ്പോൾ അവർ ഇപ്പോൾ ഏകദേശം എല്ലാവരുടെ ഉള്ളിൽ നടക്കുന്ന ഒരു എന്താ പറയുക ഡൗട്ട്സ് എന്താ വെച്ചാൽ MBBS കിട്ടുമോ, ഗവൺമെൻറ് കോളേജ് കിട്ടുമോ, MCC കൗൺസിലിംഗ് ചെയ്യണോ, സ്റ്റേറ്റ് കൗൺസിലിംഗ് ചെയ്യണോ, ഏത് കോളേജാണ് നല്ലത്, എത്ര ഫീസ് വരും, MBBS കിട്ടിയില്ലെങ്കിൽ ഏത് കോഴ്സ്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സാണ്. കുട്ടികൾക്ക് തന്നെ ഈ സമയത്ത് നല്ല സ്ട്രെസ് ഉണ്ടാവും. അതുകൊണ്ട് പാരൻസ് എന്ന നിലയിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം, കൂടുതൽ പ്രഷർ ചെയ്യാതെ ശരിയായ രീതിയിൽ അവരായിട്ട് കൂടെ നിൽക്കുക. അവർക്ക് എപ്പോഴും ഒരു മെൻ്റൽ സപ്പോർട്ട് നൽകുക. അതിനായി 10 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ കുട്ടിയുടെ മാർക്ക് അല്ലെങ്കിൽ റാങ്ക് കേട്ട് ഉടനെ പാനിക് ആവരുത്. ഇതിപ്പോൾ ചിലർക്ക് പറയുന്ന ആൾക്കാർ റാങ്ക് വല്ല ഫോൺ നമ്പർ പോലെയാണെന്ന്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക് അത്ര പോലും വാങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഞാനൊരു നീറ്റ് ആസ്പിറൻ്റ് ആണ്. ഞാൻ 2 ഇയർ നീറ്റ് എഴുതിയ ആളാണ്. ബട്ട് ഐ കുഡിൻ ക്രാക്ക്. അത് ഓരോരുത്തരുടെ ലക്കാണ്. എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് BDS BSc നഴ്സിംഗ് കിട്ടി. ബട്ട് എനിക്കത് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. കാരണം നമ്മുടെ ഉള്ളിലെ ഡ്രീം MBBS ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ എന്താ പറയുക കുട്ടികളുടെ ഓരോരുത്തരുടെ മൈൻഡിൽ എന്താ ഉണ്ടാവുക എന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്താ പറയുക, ഓരോരുത്തർ പറയുന്നത് നിങ്ങളുടെ റാങ്ക് വല്ല മൊബൈൽ നമ്പർ പോലെയാണല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് പാരൻസിനോട് പറയാമെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം വളരെ സിമ്പിളാണ്. കുട്ടിയുടെ റാങ്ക് തിന്ന് കേട്ടിട്ട് പാനിക്കാവരുത്. ഇത്ര മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇത്രയും പഠിച്ചിട്ട് ഇതാണ് റിസൾട്ട്, 2 കൊല്ലം 3 കൊല്ലം ഇരുന്നിട്ട് ഇത്രേ കിട്ടിയുള്ളൂ, അപ്പോൾ ഇത്രയും കൊല്ലം എന്താ പറയുക 1 കൊല്ലം ഇരുന്ന കുട്ടിക്ക് അത്ര കിട്ടിയില്ല, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരും. റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റാങ്ക് നമുക്ക് കിട്ടിയ റാങ്ക് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നാ. റാങ്ക് പ്രതീക്ഷിച്ചതിലും കുറവാണെങ്കിൽ പോലും ആദ്യം കാമായിട്ടിരിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് പാരൻസിന് ഉണ്ടാവുന്ന സ്ട്രെസ്സിനെക്കാട്ടിയും കൂടുതൽ സ്റ്റുഡൻസിനുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്കിത് റിസൾട്ട് കിട്ടിയിട്ട് ഞങ്ങളുടെ പാരൻസിനെ പ്രൗഡാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരായിട്ട് പരമാവധി അവർക്ക് നല്ല മെൻ്റൽ സപ്പോർട്ട് കൊടുത്ത് നിൽക്കാൻ നോക്കുക. ഓക്കെ. റിസൾട്ട് വന്നതിന് ശേഷമുള്ള പാരൻസിൻ്റെ ആദ്യ റെസ്പോൺസിബിലിറ്റി പാനിക് ആക്കുക എന്നുള്ളതാണ്. ഇനി അവരുടെ റാങ്കിന് വേണ്ട അടുത്ത ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കുക എന്നാണ്. ഓക്കെ. ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ കുട്ടിയെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അവൻ്റെ മാർക്ക് നോക്ക്, അവൾക്ക് ഗവൺമെൻറ്റിൽ MBBS കിട്ടി, നിൻ്റെ കൂടെ ഹോസ്റ്റലിൽ അപ്പുറത്തിരുന്ന കുട്ടിയല്ലേ, നിങ്ങൾ ഒപ്പമല്ലേ ഇരുന്ന് പഠിച്ചിരുന്ന്, അവൾക്ക് കിട്ടി, അവളുടെ റാങ്ക് നോക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക. ബിക്കോസ് ഓരോ കുട്ടിയുടെ ജേണി വ്യത്യാസമാണ്. കമ്പാരിസൺ കൊണ്ട് മാത്രം കുട്ടിക്ക് മോട്ടിവേഷൻ കിട്ടില്ല. നിങ്ങളുടെ വിചാരം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കുട്ടിക്ക് ഒരു ഇതായിട്ട് കുട്ടിക്ക് അടുത്തതിൽ കിട്ടുന്നില്ല. മറിച്ച് കോൺഫിഡൻസ് കുറയാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ. ഓക്കെ. അതുകൊണ്ട് മറ്റൊരു കുട്ടിയുടെ റിസൾട്ട് എടുത്ത് നിങ്ങളുടെ കുട്ടിയുടെ അളവ് എന്ത് ചെയ്യരുത്, കഴിവിനെ മെഷറാക്കരുത്. ഓക്കെ. കമ്പാരിസൺ വേണ്ട. അവരെ മുന്നോട്ടുള്ളതിൽ ഒരു ഗൈഡൻസ് കൊടുക്കുക. മൂന്നാമത് പറയുകയാണെങ്കിൽ MBBS അല്ലെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറയരുത്. പല പാരൻസും പറയുന്ന ഒരു പോയിൻ്റാണത്. MBBS കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നും പഠിക്കേണ്ട, ഇനി നേരെ നിന്നെ കല്യാണം കഴിപ്പിക്കുക. ഗേൾസിനോടൊക്കെ പ്രത്യേകിച്ച് പറയണതാ. 3 കൊല്ലം നിന്നെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചില്ല, എനിക്കത് കിട്ടുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു, ഇനി എന്തായാലും നിന്നെ കല്യാണം കഴിപ്പിക്കുക. അങ്ങനെ ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുന്ന കുറേ ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് മാറ്റണം. MBBS തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഹെൽത്ത് കെയർ ഫീൽഡിൽ MBBS മാത്രമല്ല, അതിനുശേഷം എന്തൊക്കെയുണ്ട്, BDS ഉണ്ട്, BAMS ഉണ്ട്, BHMS ഉണ്ട്, BUMS ഉണ്ട്, BSMS ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്, അലൈഡ് ഹെൽത്ത് സയൻസ് ഉണ്ട്. അലൈഡ് ഹെൽത്ത് സയൻസ് ഒക്കെ കേരളത്തിലാണെങ്കിൽ LBS ത്രൂ അലൈഡ് ഹെൽത്ത് സയൻസും ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് MBBS കിട്ടിയില്ല വെച്ചിട്ട് കുട്ടിയുടെ ഫ്യൂച്ചർ അവിടെ വെച്ചിട്ട് നിൽക്കണില്ല. വേറെയും കുറേ പാത്ത് വേസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നാലാമത് പറയുകയാണെങ്കിൽ കുട്ടിയുടെ ഇൻട്രസ്റ്റ് കൂടി ചോദിച്ച് തീരുമാനം എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാരൻസ്. കോഴ്സ് പഠിക്കാൻ പോകുന്നത് കുട്ടികളാണ്, അല്ലാതെ പാരൻസ് അല്ല. അതുകൊണ്ട് പാരൻസ് മാത്രം ഡിസിഷൻ എടുക്കരുത്. കുട്ടിയോട് ചോദിക്കുക, നിനക്ക് ഏത് ഫീൽഡാണ് ഇഷ്ടം, നിനക്ക് ഈ കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, നിനക്ക് എങ്ങനെയുള്ള കരിയറാണ് വേണ്ടത് എന്നൊക്കെ. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് BDSനോടാണ് താല്പര്യം, മറ്റൊരു കുട്ടിക്ക് നഴ്സിങ്ങിനോടായിരുന്നു. അപ്പോൾ വേറൊരു കുട്ടീനായിട്ട് ഈ കുട്ടീനെ കമ്പയർ ചെയ്യരുത്. വേറെ കുട്ടിക്ക് ലബോറട്ടറി, റേഡിയോളജി, സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തുടങ്ങിയ അലൈഡ് ഹെൽത്ത് സയൻസ് ആവും ഇഷ്ടമായിരിക്കുക. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒരേ കോഴ്സ് ബെസ്റ്റ് ആകണമെന്നില്ല. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് അവരെ വിടുക. ഓക്കെ. ഇനി അടുത്ത 5-ാമതാണെങ്കിൽ കൗൺസിലിംഗ് പ്രോസസ്സ് പാരൻസ് മനസ്സിലാക്കണം. കൗൺസിലിംഗ് മുഴുവൻ കുട്ടിയുടെ തലയിൽ മാത്രം ഇടരുത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൗൺസിലിംഗ് ഒരു വലിയ പ്രൊസീജിയറാണ്. പ്രത്യേകിച്ച് MCC CE ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടിക്ക് 2 ഡേറ്റ്സും കൂടി നല്ല കൺഫ്യൂഷൻ വരുത്തും. അതുകൊണ്ട് തന്നെ
തന്നെ പരമാവധി കുട്ടിയുടെ കൂടെ എന്ന് വെച്ചാൽ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, അത് വിചാരിച്ച് അവരെ പ്രഷർ ചെയ്യാമെന്നില്ല, അവരുടെ കൂടെ ഒരു സപ്പോർട്ടിന് നിൽക്കുക. MCC കൗൺസിലിംഗ് എന്താണ്, സ്റ്റേറ്റ് കൗൺസിലിംഗ് എന്താണ്, രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ചോയ്സ് ഫില്ലിംഗ് എങ്ങനെയാണ്, ചോയ്സ് ലോക്കിംഗ് എപ്പോഴാണ്, സീറ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ്, റിപ്പോർട്ടിംഗ് എങ്ങനെയാണ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം, ഫീ പേയ്മെൻറ്റ് എങ്ങനെ, ഇതൊക്കെ പാരൻസും ബേസിക്കായി മനസ്സിലാക്കി വെക്കണം. കാരണം കൗൺസിലിംഗ് സമയത്ത് കുട്ടി ടെൻഷനിലായിരിക്കും. അപ്പോൾ കുട്ടിയുടെയും ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചേക്കാം. അപ്പോൾ നിങ്ങളത് തിരുത്താൻ ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ. കൗൺസിലിംഗ് കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, പാരൻസും കൂടി അവരുടെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ആറാമത് പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാത്രം നോക്കി ഈ വർഷത്തെ ഡിസിഷൻ എടുക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മിസ്റ്റേക്സ് ആണ്. പല പാരൻസ് ഇത് കഴിഞ്ഞ വർഷം ഇത്ര മാർക്കിന് ഈ കോളേജ് കിട്ടിയല്ലോ, ഇത്തവണയും കിട്ടുമല്ലോ, അങ്ങനെ കുറേ ഉണ്ട്. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഓരോ വർഷം നീറ്റ് എഴുതുന്ന കുട്ടികളുടെ എണ്ണം ഉണ്ട്, മാറ്റങ്ങളുണ്ട്. 25 lakh 22 lakh അങ്ങനെ മാറും. പിന്നെ കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കിൻ്റെ മാറ്റമുണ്ട്, റാങ്കിൻ്റെ മാറ്റമുണ്ട്, സീറ്റിൻ്റെ അവൈലബിലിറ്റി, ചില ടൈമിൽ സീറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കാറ്റഗറി, കൗൺസിലിംഗ് പാറ്റേൺ, കുറേ കാര്യങ്ങൾ കൊണ്ട് മാറ്റമുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒരു റെഫറൻസ് ആയിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല. ഓക്കെ. കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, അതുകൊണ്ട് ഈ വർഷം ഉറപ്പാണെന്ന് കരുതിയിരിക്കരുത്. കാരണം ഇയർ വൈസ് നല്ല വേരിയേഷൻസ് ഉണ്ട്. ഇനി ഏഴാമത് പറയുകയാണെങ്കിൽ ചോയ്സ് ഫില്ലിംഗ് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കൗൺസിലിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ചോയ്സ് ഫില്ലിംഗ്. ഏതെങ്കിലും കോളേജ് കിട്ടിയാൽ മതി എന്ന രീതിയിൽ റാൻഡായിട്ട് ചോയ്സസ് ഫില്ല് ചെയ്ത് ആദ്യം കുട്ടിയോടൊപ്പം ഇരുന്ന് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. ഉദാഹരണത്തിന് കുട്ടിക്ക് ഏത് കോഴ്സിനോടാണ് ഇൻട്രസ്റ്റ്, MBBS ആണോ BDS ആണോ, അതിനനുസരിച്ച് കോഴ്സുകൾ ഒരു പ്രിഫറൻസ്, അത് കഴിഞ്ഞ് കോളേജുകൾ ഒരു പ്രിഫറൻസ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ്. ചിലപ്പോൾ കുട്ടിക്ക് ഹോം സിക്നെസ് ഉള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അധികം മാറി നിൽക്കാൻ താല്പര്യമില്ല, അപ്പോൾ കുട്ടിക്ക് കേരളത്തിൽ തന്നെ നോക്കുക. അതല്ല കുഴപ്പമില്ല, കുറച്ച് ലോങ് ആവുക, തമിഴ്നാട് നോക്കുക. അങ്ങനെ ഇതിൽ ആ കുട്ടിയുടെ ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രയോറിറ്റി ഓർഡർ റെഡിയാക്കുക. ഗവൺമെൻറ് വേണോ, പ്രൈവറ്റ് വേണോ, ലൊക്കേഷൻ എങ്ങനെയാണോ, ഫീസ് എത്രയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കുക. അതിൽ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും ഡ്രീം ഓപ്ഷൻസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓപ്ഷൻ ഫസ്റ്റ് കൊടുക്കുക. കിട്ടണോ കിട്ടാത്തോ അല്ല ഇവിടെ പ്രയോറിറ്റി കൂടുതൽ, ഡ്രീം ഓപ്ഷൻ ഫസ്റ്റ് കൊടുക്കുക. പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഓക്കെ ഒരു 50-50 ചാൻസ്, പിന്നെ ഒരു സേഫർ ആയിട്ടുള്ള ഓപ്ഷൻ, ഇനി ഒന്നും കിട്ടിയില്ല നമുക്ക് ഇത് കിട്ടുന്നില്ലൊരു സേഫർ ഓപ്ഷനും കൊടുക്കുക. ഓക്കെ. ചോയ്സ് ഫില്ലിംഗ് ചെയ്യുന്നതിന് മുമ്പിന് ഒഫീഷ്യൽ കൗൺസിലിംഗ് റൂൾസ്, കാരണം ഈ ഇയറൊക്കെ കൗൺസിലിംഗ് അത്യാവശ്യം ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഫ്രീസിങ്ങും ഫ്ലോട്ടിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റൂൾസ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റായി ചെയ്യുക. 8 ഫീസ് മാത്രം നോക്കിയല്ലെങ്കിൽ ഇമോഷണൽ ആയോ കോളേജ് തിരഞ്ഞെടുക്കരുത്. എന്ന് വെച്ചാൽ ഒരു കോളേജിൻ്റെ പേര് കേട്ടിട്ട് മാത്രം അഡ്മിഷൻ എടുക്കരുത്. അതുപോലെ എൻ്റെ കുട്ടി ഡോക്ടർ ആകണം എന്നൊരു ഇമോഷണൽ വലിയ ഫിനാൻഷ്യൽ ബേർഡൻ എടുക്കുകയും ചെയ്യരുത്. കാരണം പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ തന്നെ ട്യൂഷൻ ഫീ മാത്രമല്ല, അതിൻ്റെ പുറമെ ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. കാരണം അങ്ങനെ പോയി ചേർന്നവരറിയാം. ട്യൂഷൻ ഫീ മാത്രമല്ല, അതിൻ്റെ പുറമെ ഹോസ്റ്റൽ ഫീ വരുന്നുണ്ട്, ഫുഡ് മെസ്സിൻ്റെ കാര്യം വരുന്നുണ്ട്, ബുക്സ്, ട്രാൻസ്പോർട്ട്, അതർ ചാർജസ് എല്ലാം കൂടി കണക്കാക്കണം. അപ്പോൾ ഫാമിലിക്ക് മുഴുവൻ കോഴ്സ് ഫിനാൻഷ്യലി മാനേജ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കണം. അപ്പോൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ റീപേയ്മെൻറ്റ് എങ്ങനെ നടത്തുമെന്ന് മുൻകൂട്ടി ചിന്തിക്കണം. കാരണം കുറേ ആൾക്കാർ, ഞാൻ ഒന്നും പറയില്ല, ബിക്കോസ് എല്ലാ പാരൻസിൻ്റെ ഉള്ളിൽ ഇത് എഴുതി നീറ്റ് റിപ്പീറ്റ് ചെയ്ത ഓരോ സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ ഉള്ളിൽ അവരുടെ മക്കളെ ഡോക്ടർ ആക്കണം എന്നാണ്. അതിന് ഞാൻ ഒന്നും പറയില്ല. പക്ഷേ ആ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ലോണൊക്കെ എടുക്കുന്നവരാണെങ്കിൽ റീപേയ്മെൻറ്റ് എങ്ങനെ നടത്തുന്നവർ മുൻകൂട്ടി ഒരു കാര്യം ശ്രദ്ധിക്കുക. കുട്ടിയുടെ ഫ്യൂച്ചർ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിൻ്റെ ഒപ്പം പ്രധാനമാണ്. ഞാൻ പറയുമ്പോൾ എൻ്റെ പാരൻസിനും അങ്ങനെയായിരുന്നു, എങ്ങനെയും MBBS എത്തിക്കുക, അങ്ങനെ കുറേ എന്താ പറയുക ഡ്രീംസ് ഉണ്ടായിരുന്നവരാ. അപ്പോൾ എല്ലാ പാരൻസിൻ്റെ മൈൻഡ് എനിക്കറിയാം. ഓക്കെ. പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. 9ാമത്തെ കാര്യം പറയുകയാണെങ്കിൽ കൗൺസിലിംഗ് സമയത്ത് കുട്ടിക്ക് അൺനെസസറി പ്രഷർ കൊടുക്കരുത്. കൗൺസിലിംഗ് സമയത്ത് കുട്ടിക്ക് തന്നെ ഒരുപാട് ടെൻഷനായിരിക്കും, സീറ്റ് കിട്ടുമോ, എനിക്കറിയാം കുറേ ആൾക്കാർ കമൻറ്റിൽ വന്നിട്ട് കിട്ടുമോ, അവർ ചോദിക്കണത് എനിക്കറിയാം. ഞാനും ഇതേപോലെ ഒരേ ടൈമിൽ ഓരോ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ചോദിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ആ ടൈമിലൊന്നും എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. കാരണം നമ്മളൊക്കെ അത്രയും ഇതിലാണ് കമൻറ്റ് ചെയ്യുന്നത്. കാരണം ബിക്കോസ് കിട്ടുമോ കിട്ടുമോ നമുക്കറിയില്ല, സീറ്റ് കിട്ടുമോ, അപ്ഗ്രേഡ് ആകുമോ, ഏത് കോളേജ് കിട്ടി, ഇനി എന്ത് ചെയ്യും, അതൊന്നും അവർക്ക് അറിയില്ല. കാരണം അവർ ഫസ്റ്റ് ടൈമാണ് കൗൺസിലിംഗിൽ. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുക, അവരെ ഓൾറെഡി ടെൻഷനിലാവും. അപ്പോൾ നിങ്ങളതിൻ്റെ പുറമെ എന്ത് ചെയ്യരുത്, ഒരു പ്രഷർ കൊടുക്കരുത്. ഓക്കെ. അവരെ എന്ത് ചെയ്യുക, അത്രയും പണം ചിലവാക്കി പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പോയാൽ നിൻ്റെ ഫ്യൂച്ചർ എന്താകും, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും പറയുന്നതിൻ്റെ പകരം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എന്ത് റിസൾട്ട് വന്നാലും നമുക്കൊരു വഴിയുണ്ട്, ടെൻഷൻ എടുക്കണ്ട, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അങ്ങനെയൊക്കെ ജസ്റ്റ് ആ ഒരു വാക്ക് മതിയാവും ചിലപ്പോൾ ആ കുട്ടിക്ക്. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ഒരു മെൻ്റൽ സപ്പോർട്ട് ഫീൽ ചെയ്യും. ഓക്കെ. ഞാനത് 10ാമത് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയുടെ സൈഡിൽ നിൽക്കുക എന്നാണ്. അവസാനത്തെ പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കുട്ടിക്ക് നല്ല റാങ്ക് കിട്ടിയാൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക. എക്സ്പെക്റ്റഡ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ കുറ്റപ്പെടുത്തരുത്. MBBS കിട്ടിയാൽ സന്തോഷിക്കുക, MBBS കിട്ടിയില്ലെങ്കിൽ ഓപ്ഷൻസ് വേറെ നോക്കുക. കൗൺസിലിങ്ങിൽ സീറ്റ് കിട്ടിയാൽ സപ്പോർട്ട് ചെയ്യുക, സീറ്റ് കിട്ടാതെ പോയാൽ വീണ്ടും പ്ലാൻ ചെയ്യുക. പക്ഷെ ഒരു കാര്യം ഒരിക്കലും പറയരുത്, നിൻ്റെ ലൈഫ് കഴിഞ്ഞ്. കാരണം നീറ്റ് ഒരു എക്സാം മാത്രമാണ്. ഒരു നീറ്റ് റാങ്ക് നിങ്ങളുടെ കുട്ടിയുടെ മുഴുവൻ ജീവിതത്തെ തീരുമാനിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ നീറ്റ് 2026 നിങ്ങൾക്കറിയാം റീനീറ്റാണ്. കുറേ ആൾക്കാർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയവരുണ്ട്. റീനീറ്റ് ആയപ്പോഴത്തേനും
എന്താ പറയുക, അത് ലക്കാണ്. ആ ലക്കിൽ കിട്ടിയില്ല, അത് അവരുടെ പ്രശ്നമല്ല. അവരുടെ കരിയറിന് ഒരുപാട് വഴികളുണ്ട്. അതുകൊണ്ട് കുട്ടിയോട് പറയുന്നത് നമുക്ക് ഒരുമിച്ച് നോക്കാം, നിനക്ക് സ്യൂട്ടബിളായ നല്ലൊരു ഓപ്ഷൻ നമുക്ക് കണ്ടെത്താം, വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. ആ ഒരു ഒറ്റ ഡയലോഗ് മതി അവരെന്താ പറയുക, അവർക്ക് അത്രയും ഒരു എന്താ പറയുക, അവരെ സ്ട്രോങ്ങർ ആക്കാൻ ആ ഒരു ഡയലോഗ് മതി. ഫൈനൽ മെസ്സേജായിട്ട് പറയുന്നത്, അപ്പോൾ എല്ലാ നീറ്റ് പാരൻസിനോട് ഒരു ചെറിയ റിക്വസ്റ്റാണ്, ഈ കൗൺസിലിംഗ് സമയത്ത് നിങ്ങളുടെ കുട്ടിയെ കമ്പയർ ചെയ്യരുത്, അൺനെസസറി പ്രഷർ കൊടുക്കരുത്. ഒഫീഷ്യൽ ഇൻഫോർമേഷൻ വെരിഫൈ ചെയ്യുക, കുട്ടിയുടെ ഇൻട്രസ്റ്റ് നോക്കുക, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കുക, ചോയ്സ് ഫില്ലിംഗ് കെയർഫുള്ളി ചെയ്യുക. പ്ലാൻ എ മാത്രമല്ല, ഒരു പ്ലാൻ ബി, പ്ലാൻ സി കൂടി തയ്യാറാക്കി വെക്കുക. കാരണം ഒന്നുമില്ലെങ്കിൽ അടുത്ത ഓപ്ഷനായിട്ട് ഒടുവിൽ എന്ത് റിസൾട്ട് വന്നാലും കുട്ടിയുടെ സൈഡിൽ നിൽക്കുക. ഓക്കെ, കാരണം ഒരു നല്ല പാരൻ്റ് എന്നത് കുട്ടിക്കൊരു സീറ്റ് മാത്രം കണ്ടെത്തി കൊടുക്കുന്ന ഒരാളല്ല, കുട്ടിക്ക് ശരിയായ ഒരു ഡിസിഷൻ എടുക്കാൻ കോൺഫിഡൻസ് കൊടുക്കുന്ന ആളാണ്. ഈ വീഡിയോ ഒരു നീറ്റ് പാരൻറ്റിന് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത കൗൺസിലിംഗ് റിലേറ്റബിൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീഡിയോ പറയുന്നത് കാരണം എനിക്ക് എൻ്റെ ടൈമിലുള്ള മൈൻഡ് സെറ്റ് എനിക്കറിയാമായിരുന്നു, അതേപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ മൈൻഡ് സെറ്റും എനിക്കറിയാമായിരുന്നു. കാരണം അവരും നമ്മളുടെ ഒപ്പം അതേപോലെ തന്നെ അവരും ഡൗൺ ആവണവരാ. അപ്പോൾ എനിക്ക് ആ പാരൻസിനോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഡൗൺ ആവുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഞങ്ങളോടില്ല പ്രതീക്ഷ കൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്നും കുട്ടികൾക്ക് അറിയാം. പക്ഷേ ആ ഒരു ഇതിൽ ചില ടൈമിലുള്ള പ്രഷർ അവരുടെ മേൽ കാണിക്കരുത്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.